വണ്ടിയിൽ എന്താ സംഭവം? എന്ത് പരിപാടി? ആയേ നമുക്കൊന്ന് സാബുന്റെ ചെലവുണ്ട്. നൈറ്റ് ഡ്രൈവ് പോയരാ. ഇത് എനക്കൊരാള് തരാൻ പറഞ്ഞ തുറക്ക് അതിലെന്ത് പറയാ. பசி தூக்கத்தை மறந்து நீயும் அடி பாசத்தை பொழிஞ்சாயே தினம் முகம் பார்த்து பூக்கும். മാറി മാറി ഇറങ്ങി നോക്കട്ടെ. എങ്ങോട്ടാ സിപ്ന വണ്ടിയിലൊന്നുമില്ല. ഇതെന്താ ചെല്ലി എന്താണ് ഇങ്ങോട്ട് കൊണ്ടാ ഇനി ക്യാമറ നിന്റെ കളി അർത്ഥാക്ക് ഇങ്ങോട്ടൊക്കെ വെളിച്ചത്തൊക്കെ ഇഞ്ഞേ ഒന്നും പാടെ നിൽക്കേ. ഇത് ചെറിയാപ്പോ ഒരിക്കലും കണ്ണും ഹാപ്പി ബർത്ത്ഡേ. കാരണം ഓന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എല്ലാരും. പക്ഷെ ഇല്ലാന്നുള്ളൂ എല്ലാ കാര്യത്തിനും. ഇപ്പൊ മുന്നേ വിളിച്ചു പറഞ്ഞു പോയി കൊടുക്കുക. വീഡിയോ ഷെഫീക്ക് വിളിച്ചെത്തിയാണ്. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പം എന്താ പരിപാടി എന്ന് വെച്ചാല് ബർത്ത്ഡേ ആറാട്ടാണ്. അപ്പോൾ വലിയ പരിപാടിയോ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് ബർത്ത്ഡേനെ കുറച്ച് ദിവസം മുന്നാണ് ഈ വ്ളോഗ് എടുക്കണേ. താത്താൻ്റെത്, ചെറിയാപ്പൂൻ്റെത്, റീതുവിൻ്റെത്, താത്താൻ്റെ വലിയക്കൻ്റെ ഒക്കെ ബർത്ത്ഡേ വരുന്നത് ജനുവരി ലാസ്റ്റ്, ഫെബ്രുവരി 18 സിഫ്നാൻ്റെ, 24 ഷഫീഖിൻ്റെ, 25 ചെറിയാപ്പൂൻ്റെ. ഫെബ്രുവരി 24, 25 രണ്ടാളുടെ ഷഫീഖിൻ്റെ ചെറിയാപ്പൂൻ്റെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഷഫീഖിന് എന്താ പറയുക ഈ വ്ളോഗും കാര്യമൊക്കെ വരുമ്പോൾ അറിയാതെ ദുബായിക്ക് ബർത്ത്ഡേയും കാര്യമൊക്കെ സെറ്റ് ചെയ്തിരിക്കണം. ഒരു കേക്കും കാര്യമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഒരു ആളെ ഏൽപ്പിച്ചിരിക്കണ്. ഓൻ അങ്ങനെ കിട്ടും. അപ്പോൾ സിഫ്നാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇതെന്താ പറയുക രസം, അങ്ങോട്ടും ഇല്ലാതെ ആർക്കും അറിയില്ല. സിഫ്നാക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണത് ഷഫീഖ് പറഞ്ഞ താത്താക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ട്. ഇത് ഷഫീഖിനും അറിയും, ചെറിയാപ്പൂനും അറിയും. ഷഫീഖിന് ഇങ്ങനെ കേക്ക് കൊടുത്തയക്കണത് ചെറിയാപ്പൂനും അറിയും, സിഫ്നാക്കും അറിയും. ഷഫീഖിന് അറിയില്ല. ചെറിയാപ്പൂന് ഇങ്ങനെ എന്താ പറയണേ, ചെറിയാപ്പൂന് എന്തെങ്കിലും വാങ്ങണം. അപ്പോൾ ചെറിയാപ്പൂന് ഇങ്ങനെ എന്താ ഞാൻ ടീഷർട്ടാണ് വിചാരിച്ചത്, അത് വാങ്ങണമെന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു വാച്ച് ഞാൻ ഓർഡർ ചെയ്തേക്കണം ഓൺലൈനിൽ, അതും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം. ഫുൾ അറിയണ ഇച്ചാണ്. ഷഫീഖിന് ചിലതറിയില്ല, സിഫ്നാക്ക് ഓക്കില്ല അറിയില്ല, ചെറിയാപ്പൂനില്ല അറിയില്ല. അപ്പോൾ ഏതായാലും പോകാൻ നിൽക്കുകയാണ്. ടീഷർട്ട് വാങ്ങണമെന്നുണ്ട്. എന്തായാലും അവിടെ കൊറിയർ വന്നിക്കണം. അതിനും വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ പോകാൻ നിൽക്കണം. അപ്പോൾ ഏതായാലും ഞാൻ ഇറങ്ങിയിട്ട് കാണാം. ചെറിയാപ്പൂന് ഷൂ അങ്ങനെ കയറിയതാണ് കേട്ടോ. എത്ര ഇതിന്റെ ഞാൻ തന്നതിന്റെ അതിന് 9 ഇഞ്ച് നോക്കുവോ? ഇതിനൊക്കെ റേറ്റ് കൂടുതലല്ലേ? ആ വൈറ്റ് ഗ്രീനും കൂടൂലേ? എത്ര? 900. ഈ ടൈപ്പടാ അല്ലത് ഏതായാലും ജോലിക്ക് കയറുന്നുണ്ട്. അപ്പൊ എത്രയോ? ഇതിന്റെ ബ്ലാക്ക് ഉണ്ടോ? പരിപാടിയായിട്ട് ഞാൻ ചെറിയാപ്പൂനൊരു ഷൂ വാങ്ങിയിരിക്കണേ. ടീഷർട്ട് വാങ്ങാനേ ഉദ്ദേശിച്ചത്. പിന്നെ മൈജിയിൽ കയറുന്നതുകൊണ്ട് ടീഷർട്ട് വാങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഓഫീസിൽ പറ്റിയ ഷൂ അതാണ് ഞാൻ പിന്നെ അനുവിന് വീഡിയോ കോൾ ചെയ്തത്. അപ്പോൾ ഏതായാലും ഈ കടയിൽ നിന്ന് ഷൂവും കാര്യമൊക്കെ വാങ്ങി ഇറങ്ങി
ഇനി എന്താ പരിപാടി വെച്ചാൽ പെരി പോകണം, ചെറിയപ്പ് കാണാതെ ഒളിപ്പിച്ചേക്കണം. ഞാൻ ഇനി പെരി പോയിട്ട് ഫുൾ ഡീറ്റെയിൽസും കാര്യമൊക്കെ പറഞ്ഞുതരാം. ഞാൻ ഇതിലെന്ന് പറയണെങ്കിൽ ചെറിയപ്പൂൻ്റെ ഒരു ടീഷർട്ടിൻ്റെ പോയി വന്നോട്ടെ നമ്മൾ അളവ് കൊണ്ടുപോയി ആനിവേഴ്സറിക്ക് കൊടുത്ത ടീഷർട്ട് ഇതതിന് മറ്റേ കൊറിയർ കേട്ടോ. അപ്പം ഇതിലാണ് നമ്മൾ പറഞ്ഞ ഷൂ ഇല്ലത്. നിങ്ങൾ ആ പീടിയിൽ നിന്ന് കണ്ട ഷൂ അനുവിന് വീഡിയോ വിളിച്ചറിയില്ല. അപ്പോൾ ഞാൻ സാധാ നല്ല രസമുള്ള ഷൂ ഉണ്ടായിന്, ഒരു 10-500 റുപ്യേൻ്റെ ഷൂ ഉണ്ടായിന്. അപ്പോൾ അത് വാങ്ങാൻ നിന്നപ്പോഴാണ് പിന്നെ ചോർമെന്ന് ആ ചെറിയപ്പോൾ മൈജയ്ക്ക് കയറി കഴിഞ്ഞാൽ പിന്നെയും വാങ്ങേണ്ടി വരും, ഈ ഷൂവിന് വാങ്ങേണ്ടി വരും. അപ്പം ഞാൻ എന്തെയാവോ അത്രയും നേരം ഒരു ഓർമ്മയില്ലേനി കേട്ടോ. ആ നേരമായപ്പോൾ ഓർമ്മ വന്നു. എന്താട്ടെ ഞാൻ ഈ ഒരു ബ്ലാക്ക് ഷൂ അങ്ങോട്ട് വാങ്ങി. വലിയ ചെറിയ മോനെ ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ സാധനം ഞാൻ വാങ്ങുന്നോ ഇരിക്കുമെന്നോ ഒന്നും അറിയില്ല കേട്ടോ. കാരണം ബർത്ത്ഡേനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊന്നും മുണ്ടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം താത്താനെ വകച്ച് ഓളയും കൊണ്ട് പറ്റണ ആദ്യം നല്ല രസമുള്ള ഫ്രെയിം ഇട്ടീന്, ചെറിയാപ്പൂൻ്റെ വകച്ചൊരു ഡ്രസ്സ് ഇട്ടീന്, ഷെഫീൻ്റെ ഒരു കേക്ക് ഇട്ടീന്. ഇമ്മീ ഇവിടെ സാധനം വന്നിക്കണ നോക്കി പൂന്ത് ഇതാക്കണേ. ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇനിയും കൊണ്ട് പറ്റണ അതിരി എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. താത്താൻ്റെ ചെക്കനും ചെരുപ്പായും കൊടുക്കണം വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കേനി. അപ്പോൾ ഇടയ്ക്കര പോകാൻ ഇത് പോത്തില്ലേനി. അപ്പം ചിലപ്പോൾ ഇൻഷാല്ല ഉച്ച കഴിഞ്ഞിട്ട് ഇടയ്ക്കര പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. താത്താക്കില്ല ഡ്രസ്സ്. അപ്പോൾ താത്ത ഷെഫീഖാറിന് കുട്ടിക്കുന്ന ചെറുതിനൊരു ഡ്രസ്സ് ഒന്ന് വാങ്ങിക്കൊടുത്തള പറഞ്ഞു. അപ്പം ഇമ്മാക്കൊരു മേശ വാങ്ങിക്കോ പറഞ്ഞ് ഇപ്പാക്കൊരു ടീഷർട്ട് വാങ്ങിക്കൊന്നാലിച്ച് പോവുകയാണെങ്കിൽ ഒക്കെ എടുത്ത് പോരുകയാണ്. അപ്പോൾ അതൊക്കെ വാങ്ങാണ്ട്. അപ്പം ഇനി പോകണം, സാധനങ്ങൾ വാങ്ങണം. അപ്പം ഇനി ഈ വ്ളോഗ് ചിലപ്പോൾ ഞാൻ സിഫ്നാക്ക് ബാക്കിയെന്ന് പറയുന്നത് സിഫ്നാക്ക് ഡ്രസ്സ് എടുക്കണ കാരണം ചെറിയപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോത്തിന് വരുന്നതിന് മുന്നേ ഞാൻ ഈ ഷൂവും കാര്യമൊക്കെ ഒന്ന് ഒളിപ്പിച്ചാക്കട്ടെ കേട്ടോ. അങ്ങനെ അന്ന് ഷൂ വാങ്ങിയപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഷെഫീഖിൻ്റെ എല്ലാവരും കൂടെ ഓക്ക് ഡ്രസ്സ് വാങ്ങാണ്ട്. കാരണം ചെറിയപ്പൻ്റെ ബർത്ത്ഡേ ഉണ്ട്, താത്തൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഓക്ക് ഡ്രസ്സ് വാങ്ങാണ്ട് കുട്ടിക്കൊരു ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ ഷെഫീഖ് പറഞ്ഞിരുന്നു. പിന്നെ എന്താ വെച്ചാൽ റിതുവിൻ്റെ ബർത്ത്ഡേ നമ്മളന്ന് സ്റ്റോറി ഉണ്ടാക്കിയ വീഡിയോ കണ്ടോൾക്ക് അറിയാവുന്നതിന്. അപ്പോൾ ഇതൊക്കെപ്പാടെ ഞാൻ ചെറിയ പ്ലാനിട്ട് നമുക്കൊക്കെ ഒപ്പം ചെയ്യാമെന്ന്. അപ്പോൾ റിതുവിനൊരു ചെരുപ്പും വാങ്ങാണ്ട്, അവൻ്റെ ചെരുപ്പ് പൊട്ടിങ്ങനെ. അപ്പോൾ ചെരുപ്പും വാങ്ങാണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, എല്ലാവരും ബർത്ത്ഡേക്കാരെ എങ്ങനെ നടക്കാന്നറിയില്ല. ഞാൻ ഷെഫീഖിന് പ്ലാൻ ചെയ്യണത് സഹായത്തിന് അനുവിനെ കൊണ്ട് ആരെയിലൊക്കെ അന്ന് കൂട്ടണം എന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇമ്മാക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ സാധനമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോകണം. അപ്പം ഇമ്മാക്ക് എന്തായാലും ഉമ്മാനോട് പറയണം. എന്നിട്ട് ഉമ്മാക്ക് ഇപ്പാക്ക് ഒരു ടീഷർട്ട് എടുത്ത് കൊടുക്കാൻ വന്നേനെ, ഇമ്മാക്ക് ഒരു മേശ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഷെഫീക്ക് എല്ലാവർക്കും എടുത്ത് കൊടുക്കാണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരങ്ങനെ നെട്ടിച്ച. അപ്പം ഞാൻ ഇറങ്ങാൻ നിൽക്കണം. ഉമ്മ അവിടെ മാറ്റിക്കൊണ്ട് കേട്ടോ. എവിടെയെന്നറിയോ ഈ മാസം ആരൊക്കെ ബർത്ത്ഡേ? ബർത്ത്ഡേ രണ്ടാളുണ്ട്. രണ്ടെണ്ണം ഉള്ളൂ. ആരതൊക്കെ? സിപ്നാൻ്റെ സഫീഖിൻ്റെ ചെറിയാപ്പൂൻ്റെ ഉണ്ട്, ദിയാന്റെ കഴിഞ്ഞു. അപ്പൊ ഇന്ന് സിഫ്നാക്ക് ഒരു ഡ്രസ്സ് എടുക്കണം, കുട്ടിക്കൊരു ഡ്രസ്സ് എടുക്കണം. ഷെഫീഖ് പറഞ്ഞേക്കണ്. ആണോ? ആ ദിയാനൊരു ചെരുപ്പ് എടുക്കണം റിതുവിന്. അത് ലിസ്റ്റില് പറഞ്ഞിട്ടില്ല. കൊറേ പരിപാടി ഉണ്ട്. പോവല്ലേ? ഞാൻ ആരോടും പറയരുത്. ഞാനും നിങ്ങള് മാത്രം അറിയുള്ളൂ. അല്ലേ ദിയാന എങ്ങനെ ചെരുപ്പ് പറഞ്ഞു? ദിയാന്ന് ഇട്ട അളവ് നോക്കിയണ്ടില്ല നിങ്ങള് പെരീന്ന്. ദിയാന്റെ റിതുവിന്റെ ചെരുപ്പ് ഞാൻ ഇട്ടില്ല. എന്നിട്ട് എന്റെ കാലും ഓന്റെ കാലും ഒക്കെ ഉണ്ട്. കൊറേ പരിപാടി ഉണ്ട്. നമ്മളിപ്പോ റിതുവിനില്ല ചെരുപ്പിന്റെ ഒരു ആകെ ചെരുപ്പാട്ടോ. അങ്ങനെ കൊറേ മോഡലും കാര്യമൊക്കെ നോക്കുന്നുണ്ട്. ഏതാ നോക്കട്ടെ, അവിടെ തെരഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ ഇതെടുക്കാറുണ്ട്, ഉമ്മാക്ക് ഇത് വേണ്ടായിരുന്നു. എന്താ ചെയ്യാ, അതിന്റെ ഒരു നീലുണ്ട്. പക്ഷെ നീലന്റെ സൈസിൽ നല്ല രസമുണ്ട്. ഇടയ്ക്കുള്ള കളറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുഫിനക്കില്ല കാണ കളറില്ലട്ടത് ഇതെടുത്താലോ. അങ്ങനെ നമ്മൾ സിഫ്നാക്ക് എടുത്തു. ആ കളർ കാണാൻ നല്ല രസമുണ്ട്. നമ്മളൊരു വൈലറ്റ് ഒക്കെ പിടിച്ചെന്നേനി. ഇനി കുട്ടിക്കുള്ള ഡ്രസ്സ് കാര്യമൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഇപ്പം ഏകദേശം പരിപാടി ടൈം എടുക്കാനായി, 5 മണി ആവാനായി. അപ്പം എങ്ങോട്ടിപ്പോൾ പോകുന്നു വിചാരിച്ചാൽ ചെറിയപ്പോൾ ഇപ്പോൾ കുളിച്ചാണ്. അപ്പം ഇനി പെരിയിൽ പോകണം. അപ്പോൾ പെരിയിൽ ഇമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും അറിയാം. സിഫ്നാക്ക് ഒരു ഐഡിയ അല്ല, അളയാൾക്ക് വിളിച്ചിട്ടൊക്കെ ഒരു ചെരുപ്പും കാര്യമൊക്കെ വാങ്ങാൻ വന്നിരിക്കണേ. അപ്പം ഞാൻ അത് വാങ്ങാണ്ട്, കേക്ക് വാങ്ങാണ്ട്, പിന്നെ പിന്നെന്താ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസുകൾ വാങ്ങാണ്ട്, കുറച്ച് ബലൂൺ വാങ്ങാണ്ട്, ഓലെ വേൻ്റെ ബേക്കിൽ ഡെക്കറേഷൻ ചെയ്യാൻ.
അപ്പം ഇന്ന് പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടൈം രാത്രിയാകുമ്പോൾ ഷെഫീഖിന് അവിടെ കേക്ക് കിട്ടും. കാരണം നമ്മളെല്ലാ ബർത്ത്ഡേക്കും ചെറിയ കളിയാക്കണ്ടിയിലേറെ ഉഷാറായിട്ട് നമ്മൾ ഡേറ്റും കാര്യമൊക്കെ ഓർത്തിങ്ങനെ ആലോചിച്ചാൽ ഷെഫീഖാണ്. അപ്പോൾ ഓനോട് പറഞ്ഞതിന് ഇപ്രാവശ്യം ബർത്ത്ഡേ ഉണ്ട്, ആരും തപ്പി പിടിച്ചാൽ നിൽക്കണ്ട, അയച്ചോട്ട് സാധനവും വേണ്ട, അടങ്ങി നിന്നോണ്ടി, ഞാൻ വരാനയക്കണം, ഒന്നും വേണ്ട പറഞ്ഞേക്കണം. പക്ഷെ എന്നാലും എന്താ പറയുക, നമുക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര മോശമായി പോകും. കാരണം നമ്മളെയൊക്കെ ബർത്ത്ഡേക്ക് നമ്മളറിയാതെ ഓരോ ചങ്ങായിമാരെയൊക്കെ വിട്ട്, ഓൻ്റെ ചങ്ങായിമാരെയൊക്കെ വിട്ട് എങ്ങനെയാണ് നമ്മൾ നെട്ടിച്ചാൻ കഴിയുക, നമുക്ക് എങ്ങനെയാണ് സന്തോഷം തരാൻ കഴിയുക, അതോ നമുക്ക് എല്ലാ പ്രാവശ്യം തരലുണ്ട് കേട്ടോ. അപ്പോൾ ഓൻ കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് രാത്രി ഒന്ന് കൊണ്ടുപോയി കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. ഞാൻ ഇപ്പോൾ സിഫ്നാക്കിൽ ഡ്രസ്സിൻ്റെ ഇടയിൽ ഞാൻ ആ വാച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ചെറുക്കപ്പൻ്റെ മൈൻഡിൽ പോക്കില്ല ഡ്രസ്സ് വാച്ച് വൈകിട്ടല്ലോ അങ്ങനെ കാണുന്നില്ല. സിഫ്നാക്കില്ല ഡ്രസ്സ്, കുട്ടിക്കുള്ള ഡ്രസ്സ്, ഇതൂന്നില്ല ചെരുപ്പ്. ചെറിയപ്പൻ്റെ വാച്ച് ഞാൻ തറവാട്ടിലെത്തിച്ച്, അല്ല ചെറിയപ്പൻ്റെ ഷൂ ഞാൻ തറവാട്ടിലെത്തിച്ചിരുന്നു. വാച്ച് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പോവാ ഇല്ല ഒന്നുമില്ല, പോവാ 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 പോവാ. അങ്ങനെ നമ്മളിപ്പോ പെരിന്ന് ഇറങ്ങി പോയോണ്ടിരിക്കുകയാണ്. എങ്ങനെ അറിയപ്പോ പോകുന്നു ഞാക്കില്ലേ അല്ലേ, ഞാക്കില്ല കേക്ക് വാങ്ങാൻ പോവാണ്. അങ്ങനെ ഞാൻ ഇന്നലെ വിളിച്ച് ഞാൻ പറഞ്ഞേന്, അപ്പൊ കാക്കി വെക്കാൻ പറഞ്ഞേന്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അറിയാം എന്താണ് ഏതാണ്. ഉസാറാക്കട്ടെ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി പോട്ടെ. അങ്ങനെ നമ്മളെ താത്താക്കില്ലേ ചെരുപ്പിന്റെ ചാകരാള് നോക്കിയോണ്ട് നിൽക്കാണ്. ഏതാ അത് രസം? മൂത്തൊക്കെ ഏതാ രസം? ഓളെ ഫേസ് ആണോ? പക്ഷെ ഇതെത്രേ ഈ കാപ്പി? അല്ല സൈസ് സിഫ്നാന്റെ വക അല്ല, സിഫ്നാക്കിന്റെ വക അതോ കുടിച്ചാണ്. ഇതേപ്പോ ഞാനൊരു ബാഗ് വാങ്ങി. ഇന്നത്തെ കൂട്ടുകളിട്ടോ നോമ്പറന്നിട്ടാണ് ഒരു വൈറ്റ് ഒരു ബ്ലാക്ക് വാങ്ങുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. പേരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ തറവാട്ട് പോയി അവിടുത്തെ എന്താ പറയുക ഇൻസുലേഷനും ഇൻസുലേഷൻ നടക്കാൻ മറന്നേനെ. അപ്പോൾ ഇവിടെ തപ്പണം എന്താ വെച്ചാൽ ഡിക്കി ഉറക്കാൻ പറ്റുക. അപ്പം നമുക്ക് ഒന്ന് കാട്ടണം എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആക്കിയിട്ട് കാറോട്ടും തീവണ്ടി ഓട്ടും പറഞ്ഞിട്ട് കാര്യം. ഈ ലൈറ്റും കത്തിച്ചേക്കല്ലോ അവിടെ. അത് ഇവിടെ കുത്താനാ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇത് നമുക്ക് തൽക്കാലം ഇപ്പോൾ മുന്നേക്ക് വെക്കാം. ഇതാ മോട്ടം വന്നിക്കണ്. അതാ ആരും കാണണ്ട. പിരാന്ന വരുമ്പോഴേ അല്ല മറ്റേ വാച്ചിന് പെട്ടില്ലേ അന്ന് കൊണ്ട് തന്നെ. വാച്ചിന്റെ പെട്ടിയോ? എന്ത് വണ്ടി വണ്ടി ഇടന്നോട്ടെ, പാട്ടിൽ നിന്നോട്ടെ, അല്ലെങ്കിൽ എല്ലാരും ശ്രദ്ധിച്ചൂലേ. ഡിക്കി അടിച്ചിട്ട് നമ്മള് പോകും. എന്നിട്ട് നിങ്ങളില്ലേ ആ കരുന്നെച്ചി അവിടെ അല്ലേ, കരുന്നെച്ചി അവിടെ അല്ലേ, ഡിക്കി തുറന്നിട്ട് നിക്കുക ഞങ്ങള്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഷോ മത്സരത്തിന് പോവാണല്ലോ. അപ്പൊ ആ കരുന്നെച്ചി ഇങ്ങനെയല്ലേ ഞങ്ങള് പോവുക. അപ്പൊ ഇങ്ങനെ ഒന്ന് മുന്നച്ചാട് അങ്ങനെ ഡിക്കി തുറന്നിട്ട് ഇളകി പോകുന്നില്ലല്ലോ. പാറാണെങ്കിലും പാറിക്കോട്ടെ, ഇനി പൊടിച്ചൊന്നും വെക്കട്ടെ, പാറണോ പാറിക്കോട്ടെ. ഇജ്ജ് പോയിക്കോ. അപ്പൊ സാധനം മറ്റേ കൊണ്ടോ എന്താക്കിയൊക്കെ ശബ്ദം കാണുമ്പോ അന്തം വിടുവോ ഗൈസ്. താത്താക്കൊരു ഐഡിയ ഇല്ല. ഓള് ഷോർട്ട് ഇഷ്ടത്തിന് പഠിച്ചതിന് വേണ്ടി അളയാക്കാന്റെ ഭാഗമൊക്കെ ചെരുപ്പുണ്ട്, ഇന്റെ ഭാഗം ബാഗ് ഉണ്ട് ഒക്കെ അല്ല അത് മറ്റേ പറക്കുന്നളിയോ വണ്ടിയാണല്ലോ. നോമ്പറക്കണ്ട ടൈം 5:30 5:15 ഇതൊക്കെയാണ് സാധനങ്ങള്. കാണിച്ചു വീഡിയോയില് കാണിച്ചു കൊടുത്തു സാധനങ്ങള്. കുറച്ച് വാങ്ങണത് എന്നോർക്കണല്ലേ ഷെഫീഖിന്. മറ്റേ ഇതിലാണ് മറ്റേ നാട്ടാരൊക്കെ ഇപ്പൊ കൂടുക. പൊട്ടിച്ചോ ഞാനും ഞങ്ങളെ പൊട്ടിച്ചേ. അല്ല അത് അറിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പൊട്ടിച്ചാ.
പൊട്ടിച്ചിന് 2 വാങ്ങിയിരിക്കണേ. മറ്റേ ബർത്തിഡന്റെ ബലൂണ് ചെറിയാപ്പൂന്റെ വണ്ടിന്റെ ബേക്കിലാണ് ഇനി സാധനങ്ങള്. ആണോ? ആ ഗ്ലാസ് ഒന്ന് തുടച്ചല്ലോ തുണിക്കണ്ട എടുത്തിട്ട്. അതൊന്ന് തുറക്കണ്ട. ഈ പൊട്ടത്തി അല്ലേ അത് ആകെ പൊടിയും മണ്ണും പിടിച്ച് ചേർക്കല്ലേ? അങ്ങനെ കാണല്ലേ? ആ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഉള്ളു കൂടി ഇല്ല കാണും. എന്ത് ശീല? വെള്ള കഴിഞ്ഞെന്താട്ടോ എന്താന്ന് വെച്ചാ നാക്കില് ചെയ്യ ശമന. പൂമാലണ്ടേ? ആ എടുക്ക്. ഇത് ആരെ ഐഡിയ ആണ് ഇത്? ഒക്കെ ഓളെ തന്നെയാണ്. ഇതാണ് ബൾബ്. വലിയ പവറൊക്കെ ഉണ്ടാവും, വെളിച്ചത്ത് പവർ ഉണ്ടാവും. രാത്രി കണ്ടില്ലേ ഗൈസ്? ആ കുഴപ്പമില്ലല്ലേ, കുഴപ്പമില്ലാത്ത പവർ ഉണ്ട്. ഇത് ആദൂന്റെ ബർത്ത്ഡേക്കാണേ. എന്താ ഇത് എങ്ങനെ ഇട് ജി? തന്നെ ദ്രവിച്ചിക്കണോ 4 കൊല്ലം. അതിനൊക്കെ പൊടിയൊക്കെ പറഞ്ഞേ തിളക്കഴിക്കണ കയറിയപ്പോ ഇതെങ്ങനെയാലും ഒന്ന് കാട്ടിക്കൊണ്ടേറിയപ്പോ എങ്ങനെയാലും അവിടെ ഇവിടെ തൂക്കിയാ മതി. ഇതിനും കൂടെ അങ്ങനെ വിട്ടാ മതി. കളർഫുൾ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കാണുമ്പോ രസം ഉണ്ടാവൂല. അങ്ങനെ ആക്കിയാ മതി. കാണുമ്പോ രസം. മോണ്ടന്റെ വണ്ടി ഒക്കെ പൊട്ടിയാക്കി തരട്ടോ മോണ്ട. ഔ വണ്ടി ഭയങ്കര വൃത്തിയാണല്ലോ. നാളെ കൊടുക്കേ, നാളെ വണ്ടി കൊണ്ടുപോകണേ. നന്നായി സെറ്റായി മോണ്ട പറയുന്നില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, സെറ്റ് ആക്ക എങ്ങനെയൊക്കെ. ഇവിടെ ഇങ്ങനെ ഇൻസുലേഷൻ കൊണ്ടുവരിയപ്പോ കത്രിക എടുത്തേ. കത്രിക കാണാനില്ല. കത്രിക കാണാനില്ല. കത്രിക ഇതിലുണ്ടായിട്ടോ ഗൈസ്. നമ്മളെ വണ്ടിയിൽ പിന്നെ എല്ലാ ടൂൾസും ഉണ്ട്. ഇതൊക്കെ കത്രികടി, കത്രിക ഉണ്ട്, സ്പാൻഡർ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. എന്നാ കത്രിക. അപ്പൊ ഞങ്ങള് ഏകദേശം ഡെക്കറേഷനും കാര്യമൊക്കെ ആയിട്ട് കാര്യത്തിരക്കാണ്. നല്ല മെനക്കെട്ട പണിയാണ്. ഇതൊക്കെ ഉണ്ട്, ഒന്നും നോക്കിയില്ല. എന്താണ് ഹാപ്പി ബർത്ത്ഡേ? പൈസ ഒന്നും നോക്കിയില്ല. പൊട്ടി എന്താണ് അല്ല അതിന് തൂക്കവുമാണോ? എന്താണ് തൂക്കേണ്ടല്ലേ ഓല് തെശി. അതെക്കണടി അതിന്റെ ഉള്ളിൽ സാധനം തെക്കണേ. അങ്ങനെ നൂലുണ്ടായിമേ. പേപ്പർ കണ്ടപ്പോ അങ്ങനെ എടുത്തണ പോരല്ലേ? നമ്മക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ തൂക്കല്ലേടാ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ. അല്ല ഇത് പോകുമ്പോ ഓട്ടോമാറ്റിക് അടഞ്ഞു പോകില്ലേക്കാരല്ലേ? ആരെങ്കിലും ഇവിടെ പിടിപ്പിച്ചേണ്ടി വരും. ഇല്ല, നല്ല ബലുണ്ടല്ലേ, എല്ലാം ആക്കം പോലെ പോവാ. ചെറിയ പോ. അപ്പൊ ഞങ്ങൾ ഇനി ഡെക്കറേഷൻ ഒക്കെ നല്ല സെറ്റപ്പ് ആയിട്ട് കാട്ടിത്തരാം വിചാരിച്ചു. മനസ്സിലെന്തൊക്കെയോ കാണുന്നു, അവിടെ എന്തൊക്കെയോ ആണ്. അങ്ങനെ നമ്മള് ബലൂണ് ഇൻസ്റ്റീത്തെ ഹാക്കൊക്കെ കണ്ടിട്ട് കെട്ടണം. കൊറേ കാലായി പ്രിപ്പറേഷൻ തുടങ്ങിയത്. ലൈറ്റ് കുറച്ചുകൂടെ മുന്നേ കൊണ്ടുവരുന്നത് കേട്ടോ നമ്മള്. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ക്യാമറയിലാണ് ആ രസമുണ്ട്. രാത്രി ആ നിലത്ത് കൂടെ ഒക്കെ നമുക്ക് അങ്ങനെ ഇത് 3 ഇവിടെ കെട്ടുക. കെട്ടാം, 3 ഇവിടെയും കെട്ടും, 3 അവിടെയും കെട്ടാം. ബലൂണോ? അങ്ങനെ കെട്ടിയാതില്ലേ? ഇവിടെ തന്നെ കെട്ടിയാതില്ലേ? ഡിക്കി ഇറക്കുമ്പോ തട്ടൂലല്ലോ? തട്ടൂല, ലൂസായി കെട്ടിയാ മതി. എങ്ങനെ ഡിക്കി തുറക്കുമ്പോ തട്ടൂലല്ലോ, മനസ്സിലായില്ല. ഇനി സെറ്റ് ആക്കിട്ട് കാണിച്ചു കൊടുത്താ പോരൊക്കെ. ഏതായാലും ഒക്കെ ഒന്ന് സെറ്റ് ആക്കി നോക്കട്ടെ, എന്താ അവസ്ഥ നോക്കട്ടെ. ഡ്രസ്സും കാര്യമൊക്കെ ഗിഫ്റ്റും കാര്യമൊക്കെ നെത്തി വെച്ച് കേക്കൊക്കെ ലാസ്റ്റ് അനുവിനോട് മോണ്ടനോട് ആ ടൈമിൽ വെക്കാൻ പറയണം. ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ കാട്ടിത്തരാം. അപ്പൊ സെറ്റ് ആക്കാം. ഇങ്ങനെ മോണ്ടന്റെ ഇന്റി ചെറിയ എല്ലാരും കൊറേ നേരത്തെ അധ്വാനത്തിന് ഐഡിയ മാത്രം പറഞ്ഞു പിടിച്ചെന്നു എന്നാലും പറയണ്ടേ. അപ്പൊ ബാങ്ക് കൊടുക്കാൻ ഇനി 10 അരമണിക്കൂറിന്റെ അടുത്തുള്ളൂ. അപ്പൊ നമുക്ക് സെറ്റ് ആക്കി. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ കേട്ടോ. കേക്കും പാടെ വരാണ്ടില്ലേ? കേക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. അപ്പൊ കൊടുന്നാ പിന്നെ ആകെ പായസാവും. അപ്പൊ ഓല് ഞങ്ങള് വന്നപ്പോ തന്നെ കണ്ടെന്ന കറക്റ്റാ കവർ ഇങ്ങനെ പോയെന്നാ ഫ്രിഡ്ജില്. ആ ലൈറ്റ് ഇനി ഓഫ് ആക്കട്ടെ. കാരണം എന്താ അറിയോ, ഞാൻ ആവശ്യത്തിനെ കത്തൂല. ഇത് നമ്മള് വാങ്ങി ഓരോരോ സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കണം. എന്തൊക്കെയാ വെച്ചാല് റിതുവിന്റെ ചെരുപ്പ്, കുട്ടിക്കുള്ള ഡ്രസ്സ്, താത്താന്റെ ചെരുപ്പ്, താത്താക്കുള്ള ഡ്രസ്സ്, ഓക്കുള്ള ബാഗ്, അതൊക്കെ തന്നെ ഉള്ളൂ. ബർത്ത്ഡേ ഉഷാറാക്കണം ചെറിയാപ്പൂ. ചെറിയാപ്പൂവിന്റെ ഇനി നമ്മള് ഇൻഷാല്ലാ ഉഷാറായിട്ട് നമ്മള് ഗംഭീരായി നടത്തൂലേ വേണ്ട അല്ലേ? അടക്കേണ്ടത്. അപ്പൊ ബലൂൺ ഇങ്ങനെ ഉള്ളിക്കാക്ക. ഞാൻ അടക്കല്ലത്. പൊട്ടല്ലോ കേട്ടോ, 4 അല്ല ഞാൻ തുറന്നിട്ടല്ലേ വണ്ടി പോയത്? തുറന്നു വെച്ചിങ്ങനെ വണ്ടി പോവാ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. തുറന്നു വെച്ചിട്ട് വണ്ടി പോവാ. അല്ലെങ്കിൽ കജുലാന് നേരെ ഓല മുന്നിൽ പോയിട്ട് ബ്രേക്ക് പിടിച്ച് നിർത്തുക. അങ്ങനെ തുറക്ക. അപ്പൊ നിങ്ങക്ക് എന്താ തോന്നണത്?
ആ എന്ത് എന്ത് ചാട്ടം പക്ഷെ എവിടെ സ്ഥലം ആദ്യം ഉറപ്പിച്ചു. സ്ഥലം ഉറപ്പിച്ചു ഫിക്സ് തീരുമാനിച്ച എവിടെ എവിടെയെങ്കിലും നോക്കിട്ട് പറയും. ആൾക്കാർക്ക് ശല്യമില്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത്. കാരണം എന്തായാലും ഒച്ചമ്പുളി ഉണ്ടാവും. അല്ലാതെ നമ്മള് സൈലന്റ് വീഡിയോ അല്ലല്ലോ എടുക്കണേ. എന്നാലും നമ്മൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങുമ്പോഴോ അടുക്കള ഭാഗത്ത് കൂടെ ഇറങ്ങുക. എന്നിട്ട് ആ ഏരിയയിൽ ആചാരാക്കാന്റെ റോട്ടിൽ പറ്റൂലേ? അവിടെ പറ്റും. ആചാരാക്കാൻ എടാ പീപ്പിൾസ് വില്ലേജ് ഇപ്പൊ കേറുന്ന റോഡില്ലേ ആ പുതിയ അവിടെ road പറ്റൂലേ? ഉണ്ടാക്കിയതോ? ആ പറ്റാനില്ല. വല്ല താഴത്ത് കൂടെ ഇങ്ങനെ നിങ്ങൾ ഓൾറെഡി അവിടെ നിക്കണം, ആ ഞങ്ങൾ ഇങ്ങനെ വരും വേണം. അപ്പണ്ട് പൊന്തിച്ചാ മതി. അങ്ങനെ ആക്കിയാലോ? ഈ വണ്ടി കണ്ടാ അറിയോ? വണ്ടി ഉണ്ട് എന്തായാലും അറിയാം. ഒറ്റടിക്കോള് നോക്കൂല. ഓളെ ബർത്ത്ഡേ ആണ് പറഞ്ഞ് നടക്കൂലല്ലോ. അല്ലെ പിന്നെ ഓല് ഇങ്ങനെ ഞമ്മക്ക് അതിലെങ്ങനെ വന്നിട്ട് നീ ഒന്ന് കേറാ, ഉള്ളിൽ കയറിനാലും മതി. എങ്ങനെ ഇവര് പ്ലാനിങ് ഉണ്ടാവുള്ളൂ ഇവര് ഓല് നേരെ ഉള്ളിൽ ഇങ്ങനെ നമ്മളെ മുമ്പിൽ പോന്നോട്ടെ. സിഫ്ന നമ്മളിങ്ങനെ പോരാ. ആ റോഡ് കൂടെ അല്ല, ഇപ്പൊ പുതിയ റോഡ് പണിയെടുത്തില്ലേ? റോഡ് നമ്മളെ സാറിന്റെ പേര് നമ്മളെ പേര് കൂടെ പോണ റോഡില്ലേ? നമ്മളെ പേര് കൂടെ പോണ റോഡ് നമ്മൾ പോരാ. അത് പോന്നിട്ട് ഇവരോട് ഓൾറെഡി അവിടെ നിക്കാൻ പറയാ. എന്നിട്ട് നേരെ ഇവരെ പിന്നാലെ അങ്ങനെ പോയിട്ട് ഓല് തിരിഞ്ഞോടത്തേക്ക് നമ്മള് തിരിയാ. ഓല് നമ്മള് ബാക്കി നമ്മള് പരസ്യത്തിന് പോവില്ലേ? അത് നിങ്ങളെല്ലാരും എളുപ്പല്ലേ വരുന്നേ, ഞങ്ങളവിടെ നിൽക്കും. അതിപ്പോ മുമ്പിലെ കുറച്ച് വിളിച്ചാൽ അഡ്വാൻസ് ആയിട്ട് കുറച്ച് മുമ്പിൽ അവിടെ നിക്കാൻ പറയാം. നമ്മള് പോന്നിക്കണ പോലും ടൈം എന്ത് 8 ഒരു 8:30 ആയി കഴിഞ്ഞാൽ ഞങ്ങള് ഫ്രീയാ. അപ്ലോഡിങ് കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടിയായിട്ട് ഇറങ്ങണത്. ഇനി വേഗം പോയി നോമ്പുറന്നോ. ഇതാണ് ഞങ്ങൾ പോട്ടെ. ഓ അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് മോണ്ടപ്പം മേലക്ക് കയറിയിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇനി നമ്മള് പീപ്പിൾസ്ക്ക് പോവാണ്. അപ്പൊ ഇനി ഏതൊക്കെ വയ്യ അറിയലേറിയപ്പോ ഇല്ല കാര്യങ്ങളെ എങ്ങനെയാണ് 16 കഴിയുന്നുണ്ടാകും. മോട്ടന് പോലെ എനിക്ക് കയ്യിലെക്കാരം എങ്ങനെയാന്ന് നമുക്ക് കണ്ടറിയാം. ഓലോട് വീഡിയോ എടുക്കാൻ പറഞ്ഞേ. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഇപ്പം നേരം എന്താ പറയാ രാത്രി ആവാനായി. മോണ്ടന് രാത്രി ആയിക്കണം. മോണ്ടം വീഡിയോ അപ്ലോഡിങ് ആയതുകൊണ്ട് മോണ്ടനെ കിട്ടിയിട്ടില്ല. മുന്നേ അനുവിന് എടുക്കാൻ പോയിക്കണം. അനു മുന്നേക്കാരും മോണ്ട് പിന്നെ വരാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയേച്ചും വരാം. ഇമ്മല്ല തൊപ്പ ഇല്ല, ഇപ്പൊ കൊയങ്ങി കിടക്കാണ്. അപ്പൊ ഇമ്മല്ല ഞങ്ങൾ വല്ല ഐഡിയ ഉണ്ടോ? വല്ല ഐഡിയ ഉണ്ടോ? നമുക്കൊക്കെ അറിയാം. സെറ്റായി അതില്ലേ സിഫ്ന? അളിയാക്ക പോവല്ലേ? മുന്നേ അവിടെ പോയിട്ട് വിളിച്ചിട്ട് താഴെ എത്തണം. ഓല ആദ്യം എത്തണം. അറങ്ങണ്ട സിഫ്ന, അറങ്ങല്ലേ. മുന്നേ എത്തട്ടോ. അവിടെ ഇരിക്ക്. മുന്നേ ഇവിടെ എത്തിയിട്ട് വിളിച്ചു. ഇല്ല എന്താ നിങ്ങക്ക് പറയാല്ലേ? ഒന്നും പറയാല്ല. ഒക്കെ സാറാട്ടല്ലേ. എന്താ അറിയാ പിന്നെ അറിയാല്ലേ? ഇതേതൊക്കെ ഉള്ള കുട്ടികള് മുന്നില് അവിടെ സിഫ്ന ഉണ്ട്. സിഫ്ന എന്തൊക്കെ തിന്നണം എന്നൊക്കെ പറഞ്ഞിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ നിക്കാണ്. നമ്മള് ചെങ്ങായിക്കാണെങ്കിൽ ഒരു പനി ഉണ്ട് കേട്ടോ. നമ്മൾ അതിന്റെ മൂഡ് ഓഫിലാണ്. ഒരു ചേർത്ത് എന്താ സിഫ്ന എനിക്ക് ഈ നിമിഷത്തില് പറയാല്ലേ? തിന്നാന് ഞമ്മളിപ്പോ പോകാൻ നിക്കാണ് ല്ലേ? അലയാക്ക പണി കഴിഞ്ഞേക്കിന് വന്നിക്കണ്. കുട്ടി ഉറങ്ങാണ്. വണ്ടി ചാട്ടാക്കി നാട്ടാരൊക്കെ പറയിച്ചും. അപ്പം മോണ്ടല്ലാന് ഓല് വെട്ടുന്നിട്ട് പോവാ. മുന്നേ വണ്ടിയായിട്ട് ഇപ്പൊ വരും. അപ്പൊ ഞാൻ എല്ലാരും ഉണ്ടായിട്ട് കാണാം അല്ലേ? അവിടെ എത്തിയിട്ട് കാണാം. അല്ല ഫുഡൊക്കെ കഴിച്ചുമ്പോ ഇൻട്രോയില് തിന്നുമ്പോ നിങ്ങൾ ഓർക്കൂല്ലേ? സിഫ്ന ഓർത്തിട്ടില്ലേ? ഞാൻ ഓർക്കും. എവിടെ നിന്നിട്ട് സങ്കടം? ഓളല്ല കോഴിക്കാലൊക്കെ കടിച്ചു ഉമ്മാറി അല്ലെ കാക്കാന്റെ ഓർമ്മ ഓട്ടോറിക്ഷ പോയില്ലേ നമ്മള്? ഇവിടെ അതൊന്നുമല്ല. ഇവിടെ ജ്യൂസ് കോക്ടെയിൽ പുതിയതായിട്ട് എന്തോ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പോയിമ്മാ പോയത്. ഇജ് അലയാക്കാനിയമ്മയല്ലേ? കുട്ടീനെടുക്കും. നമ്മള് പോവാണ്. ചെറിയ പോയി പോവാ. ലേറ്റ് ആയതുകൊണ്ടൊക്കെ എന്തൊക്കെ താറുണ്ട്. അപ്പൊ ഓല അവിടെ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോ ഇറങ്ങി.
പോവാണ്. പോണ്ട് ഇതിലല്ലേ? ഇതിലാണ് ഗേസ്. നമ്മളിപ്പോ പെരയിൽ ഇറങ്ങിയിരിക്കണം. എന്തൊക്കെ പറയാല്ലേ, പള്ളടച്ച് തിന്ന് പോരണം. തിന്നണ്ടേ? മറ്റേ ചിക്കനൊക്കെ ഉണ്ട്, റോസ്റ്റ് ബക്കറ്റ് ചിക്കൻ. അത് നമ്മളതിന്റെ ഫുൾ വീഡിയോ കാര്യമൊക്കെ ഉണ്ടാകും. ചെറിയ അപ്പം എന്താ പറയാല്ലേ, വൈകിട്ടപ്പം എങ്ങനെ നടുവിലെങ്ങനെ എന്താ ഏതാന്നൊന്നും അറിയില്ല. ഇനി നമ്മളെ കയ്യിലല്ല. അവിടെ ആൾക്കാരില്ലീനനുസരിച്ചൊക്കെ ഇനി നമ്മള് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓലപ്പം എത്തേ ഓലും കാണില്ലല്ലോ. നമ്മളതിന് പോവാ. പക്ഷെ നമ്മൾ ഇതിന് വരുന്ന ഓലോട് പറഞ്ഞേ. അപ്പൊ തറവാട്ടുകാരെ വണ്ടി പഞ്ചറായി അവിടെ നിൽക്കുന്നുണ്ട്. താത്തി അളയാക്കാണ്ട് ലേറ്റ് ആണ് ഇപ്പൊ അവിടെ കാണുന്നത്. നേരത്തെ ഇറങ്ങണം വിചാരിച്ചാണ്. എങ്ങനെ ആയാലും നേരത്തെ ഇറങ്ങൂല. എന്തെന്തേലൊക്കെ തട്ടി ഇതായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് ഇനി കയറിയോണ്ടെന്ന് അറിയില്ല, വണ്ടിയൊക്കെ പഞ്ചറായിരിക്കും. ഓല് വെട്ടേ, ഓലോട് പറയണ്ടേ? ചിലപ്പോ ഇന്ന് ഇവിടെ നിർത്തി. ഇനി താത്താനോട് നമുക്ക് പറയാം, തറവാട്ടാരോ വണ്ടി പഞ്ചറായിക്കണ, അനുവിന്റെ ഒക്കെ വണ്ടി എന്താവോ പഞ്ചറായെന്ന് നിർത്തിട്ട് പോണ്. എടി എന്താ എടുത്തേക്ക് വാ, എടുത്തേക്ക് വാ. മറ്റേ തറവാട്ടാരേ വണ്ടി പഞ്ചറായി. ഇവിടെ ഉണ്ട്, ഇവിടെ നിക്കണ്ടേത്. നന്നായി അമ്മക്ക് പോയി തിന്നാ. ഇനി നോക്കണ്ട. കാരണം നമ്മൾ ഇത്രയും നേരം പോലെ കാത്ത് വണ്ടി പഞ്ചറാവുന്ന് വിചാരിച്ചിട്ട് തന്നെ ഇല്ല. കാരണം കുട്ടി ഒക്കെപ്പാടുണ്ടായതുകൊണ്ട്. എവിടെ അറിയാപ്പോ പറഞ്ഞേ? ഇവിടെ ഉണ്ട് ഇതാക്കണ മറ്റേ റോഡിനല്ലേ, കോട്ടേഴ്സിന്റെ അവിടുത്തെ പോയൊക്കെ ഇതാക്കണടി ഇവിടെ. അപ്പൊ കേസ് അവിടെ വണ്ടിയും കാര്യൊക്കെ പഞ്ചറായിക്കണേ. ആ വണ്ടി പഞ്ചറായില്ലേ? ആ നന്നായി. ഗൈസ് ആറ്റ് നോറ്റിറങ്ങിയതാണ് ഗൈസ്. വണ്ടി പഞ്ചറായി. എന്താ പരിപാടിയാണ്? എന്ത് പരിപാടി? സത്യം ഒന്നുമില്ല. എന്താണ് എന്തോ ചെയ്യുന്നത്? അല്ലത് ഫ്ലാഷ് ലൈറ്റ് എത്തണില്ല. വരുവോ? വണ്ടിയിൽ എന്താ സംഭവം? വണ്ടിയിലെന്തോ മാറി ഇറങ്ങി നോക്കട്ടെ. വണ്ടിയിലൊന്നുമില്ല. അല്ലാതെ ഇന്നെങ്ങനെ ഫോക്കസ് ചെയ്ത് നിക്കൂല. സംന ആയോട് ഞാൻ പറയാണ്. എങ്ങോട്ടാ സിപ്ന? വണ്ടിയിലൊന്നുമില്ല. ഇതെന്താ വണ്ടിയിലെന്താ? ആ ചെറുപ്പാണ്. അല്ല എന്താ ചെറിയ അപ്പൂന്റെ എന്തോ ആണ്. നല്ല ചെല്ലി എന്താണ് ഹാപ്പി ബർത്ത്ഡേ സിപ്ന, റിതു ആൻഡ് ചെറിയാപ്പു. ഫോക്കസ് ചെയ്തപ്പോഴേ ചെറിയ ഡൗട്ട്. പക്ഷെ ഇതാണെന്ന് അറിയോ? ഇതാണ് അറിയില്ല. അറിയോ? ഇല്ല. ഇന്ന് സർപ്രൈസ് നോക്ക്. റിതുവിന് നമ്മള് ഇവിടെ നല്ല ചെരുപ്പ് എടുത്തോ. റിതു ഇതെന്താ ഇച്ചു ചെരുപ്പോ? അന്റെ അല വാപ്പന്റെ വകയ ചെരുപ്പ്. പൊട്ടിക്കരി ഇല്ല സത്യല്ല. അലയാക്ക എന്നിച്ച് ഉച്ചക്ക് വിളിച്ചു. ഞാൻ ചെരുപ്പ് ഇല്ല വേണം പറഞ്ഞ. എനിക്ക് ഷൂ പറ്റുമോ? ഷൂ വേണ്ട, ചീലില്ലാത്ത സാധാ ചെരുപ്പ് മതിയായിരുന്നു. അല്ലേ അലയാക്ക ഉച്ചക്ക് വിളിച്ചു. പൂമോളെ എന്താ പണി, കടക്കാണോ? അതിലെന്താ അലയാക്ക? ഞാൻ ചുങ്കത്തിലാണ്, ചെന്താ വാങ്ങണ്ടേന്ന് അറിയണില്ല. അതിലെ വന്ന പൈസ ചുട്ടളി ഞാൻ വാങ്ങിക്കോളാന്ന് പറഞ്ഞേ. ചെരുപ്പ് നോക്ക്, മാപ്പന്റെ ചെരുപ്പ് നോക്ക്. ആങ്ങളന്റെ വക ഡ്രസ്. എന്തേ എങ്ങനെയുണ്ട് താത്ത ചെരുപ്പ്? ആരും കാണില്ല. എല്ലാരും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കുവോ? ബാഗിന്റെ വക. എന്തേ അമ്മായി എങ്ങനുണ്ട്? അടിപൊളിയാണ്. നല്ല സർപ്രൈസ്. സ്വപ്നമല്ല, കുട്ടിക്ക് ഷഫീഖിന്റെ വക ഡ്രസ്.
ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ സന്തോഷം എങ്ങനെയുണ്ട്? ഞാനും ഞാൻ നടക്കല് പോയില്ലേ? എന്താ അമ്മക്ക് അറിയാലോ അമ്മ സന്തോഷിച്ചിട്ടല്ലേ അങ്ങോട്ട്. എങ്ങനെയുണ്ട് ഡ്രസ്? ആണോ? പറ്റിയോ? എന്നോട് നീ ചോദിച്ചില്ല പെരുന്നാൾക്ക് ഡ്രസ് എടുക്കും എന്തടി പറ വേഗോക്ക് കേക്കുണ്ട്. ഇതിലെന്താ അതിലെന്താ ഏതാ? അത് ഇങ്ങോട്ട് കൊണ്ട നിന്റെ കളി അടുത്താക്ക് അർത്ഥാക്ക് ഇങ്ങോട്ടൊക്കെ വെളിച്ചത്തൊക്കെ ഇത് ചെറിയാപ്പൂനെ അറിയില്ല കേട്ടോ. ഒരു മാസമാണ്. എല്ലാരും ബർത്ത്ഡേ ഒറ്റ മാസമായി കൊണ്ടില്ലേ? റിതുവിന് ഷെഫീഖിന്റെ വക കേട്ടോ. ഷെഫീഖിനാണ് റിതുവിന്. റിതു അങ്ങോട്ട് ഫ്രെയിമൊക്കെ പാകാന്നൊന്നും അറിയില്ല. എന്റെ ചെരുപ്പിട്ട് എനിക്ക് അന്ന് ഓർമ്മ ഉണ്ടോ? നമ്മള് രണ്ടാളും കാലം ഒരേ വലിപ്പാണ് വെച്ചിട്ട് ഒക്കത്തിന് കിളിയാണ്. മാപ്പിള മൈജി കേറാണ്. അപ്പൊ ഷൂ ഇല്ല. പണിക്ക് കയറാം. അപ്പൊ പണിക്ക് പോകാൻ വേണ്ടിട്ട് ഷൂ. അപ്പൊ ഇന്റെ വകയുടെ ഷൂ ഇഞ്ഞേ ഒന്നും പാടെ നിക്കേ. ഇത് ചെറിയപ്പോ ഒരിക്കലും കണ്ണുമ്പി കേട്ടോ. ചെറിയപ്പോ കണ്ണുമ്പിക്ക് എല്ലാരും ബർത്ത്ഡേ ഒറ്റ മാസാണ്. എന്നാ ചെറിയപ്പോ ഇങ്ങോട്ട് നോക്കിക്ക്. കണ്ണുമ്പി ഇങ്ങോട്ട് തിരിക്ക്. ഇങ്ങോട്ട് തിരിക്ക്. ഇങ്ങോട്ട് തിരിക്ക്. എന്നാ ശംന പോര്. കണ്ണുമ്പിക്കണേ കിലിക്കൊന്നല്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ ശരിയാ തുറക്കട്ടെ. ബ്രാൻഡ് ഒന്നും നോക്കരുത്. അതാണ് ഇക്കറിയാക്കോ അങ്ങോട്ട് ചെറിയപ്പോ വാച്ച് അതമ്മ ആലോചിച്ചത്. ഒരു ലാക്കിലെ പിന്നെ ഒക്കത്തിന് കൂട്ടിക്കാണ്ട് ഇത് ശംനന്റെ ഒക്കെ ചെറിയാപ്പൂന്. താങ്ക് യു ഷെഫീഖ്. ഷെഫീഖൊക്കെ മെസ്സേജ് അയച്ചാ അങ്ങോട്ട് പോ സെറ്റ് ആക്കി കയറണ്ട്. ഇല്ലല്ലോ ആരും തന്നില്ല. ഒരു രക്ഷയില്ലാത്ത വാച്ച്. വാച്ച് എങ്ങനെയുണ്ട്? ഫിലിപ്പിന്റെ അത് ബ്രാൻഡ് അടി പെട്ടി മോണ്ടല്ലേ? സാധനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അലിയാക്കൊക്കെ എന്താ പറയല്ലേ? ഒന്നും പറയല്ലേ? അടിപൊളിയായിക്കണേ അല്ലേ? ബർത്ത്ഡേ എങ്ങനെ നല്ല രീതിക്ക് സന്തോഷമായിട്ട് ഇതാക്കാൻ പറ്റില്ലേ? മനസ്സിലായോ എങ്ങനെ? എന്താ സിഫ്ന അത് കൊറേ നേരെ കുട്ടിക്ക് സുഖല്ല. അപ്പൊ ഹോസ്പിറ്റലിലും പോണം. അപ്പൊ സിഫ്നാക്ക് നേരം വൈകുന്നുണ്ട്. അപ്പൊ അലയാക്കാറിന് സിഫ്ന എന്തോ ഉണ്ട്. അപ്പൊ അലയാക്കെ പൊട്ടന അയച്ചു മനസ്സിലായി. പൊട്ടത്തിയായി എനിക്ക് മനസ്സിലായോ? ഏതായാലും ആർക്കൊക്കെയാണ് കേക്ക് റിതുവിന്റെ? അതോ കേക്ക് ഇനി പറയുന്ന എന്താ അറിയോ? എങ്ങനെയുണ്ട് താത്ത? സന്തോഷ നിമിഷത്തിൽ എന്ത് പറയാനുണ്ട്? സൂപ്പർ. ആദ്യമായിട്ടാണ്. പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം. ഞാൻ ഇടക്കിടക്കല്ല പോണെല്ലാരും. അപ്പൊ ഓള് പറഞ്ഞു അനുവിന്റെ മോണ്ടിന് വേണ്ടി പഞ്ചറായി. അത് നന്നായി പറഞ്ഞാല്. പിന്നെ ഇവിടെ എത്തിയപ്പോ അമ്മാനും ഇമ്മമാനും കണ്ടപ്പോ എന്തോ ചെയ്യുന്ന കാരണമായിരുന്നു. അത് ശരി. ഇവരെ കണ്ടപ്പോഴാ പോയത്. അതെ അതെ മനസ്സിലായി. മനസ്സിലായില്ല. എന്തോ ഒരു സംഭവം ഉണ്ട്. എന്തോ ഇമ്മാക്കറിയടി. എല്ലാവർക്കും ഫുൾ സ്ക്രിപ്റ്റഡ്. കേക്ക് മുറിച്ചലാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ റിതാത്ത ആൻഡ് റിതു. എല്ലാരും ബർത്ത്ഡേ ഒരു മാസം കൊണ്ടുവച്ചിക്കണ്. എന്താ അങ്ങനെ കൊണ്ടുവച്ചാത്ത? അപ്പൊ ഞാനേ ഷെഫീഖിന്റെ ഇൻഷാല്ല ഷെഫീഖിന്റെ ഇതില് വരും. ആണോ? അതാ ഷെഫീഖിനും ഉണ്ടോ? ഷെഫീഖിനും ഉണ്ട്. ശരി. ഇത് കണ്ടോ? മറ്റേ കേക്കിന്റെ സൈഡൊക്കെ അങ്ങോട്ട് പോണ്. മറ്റേ കേക്ക് അറിയാപ്പോ ഇതിങ്ങോട്ട് അതും ഇങ്ങോട്ട് വാ. മറ്റേ നട്ടണ് ഒന്നെടുക്കും ഒന്ന് നോക്കല്.
ഒന്ന് എങ്ങനെയാന്ന് വെച്ചാല് കെട്ടിയവനാണല്ലോ ഇപ്പൊ കണ്ടിട്ട്. അത് കേക്ക് ഉണ്ട് കത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ താത്ത ആൻഡ് റീതു ഹാപ്പി ബർത്ത്ഡേ കെട്ടിയോ അല്ല, ഇതിനെ പൊട്ടിക്കാൻ പറയില്ല. ആദ്യം കൊളാക്കുന്ന പറഞ്ഞിട്ട് മുടിച്ചോളി. ഇതെടുത്തപ്പോ നിങ്ങളെല്ലാരും അപ്പം അല്ല, ഞാൻ ചെറിയാപ്പൂനെ ഞാൻ പുറത്താണ്. എന്നെ പുറത്താക്കി. അത് കണ്ടാലും അവിടെ എല്ലായിടത്തും പോയി പറയും പറഞ്ഞിട്ട് സിഫ്നി റീതു മുടിച്ചോ. ഓൻ എല്ലായിടത്തും പോയി പറയുന്ന പറഞ്ഞാണ്ട് ഇത് തന്നില്ല. അത് ശരി. ഇത് മുറി നാ. ഒരാളെ കത്തി മുറിച്ചു പൊച്ചേരി. നാ, മുറിക്കട്ടെ ഇതാ, ഇതോ. നാ. അല്ല ആദ്യം ആരാ ആദ്യം ഒരു സ്ഥലത്തുനിന്ന് മുറി, ആദ്യം ഒരാൾ മുറി. നാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ താത്ത ആൻഡ് റിതു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നാ അയ്യവാ, ചെങ്ങായിന്റെ പടം റിതുവിന്റെ ബർത്ത്ഡേ ഇതാക്കണ, താത്താന്റെ ബർത്ത്ഡേ ഇതാക്കണ. സർപ്രൈസ് വന്ന ആള് മുണ്ടിട്ടില്ല കേട്ടാ. അതന്നെ മുണ്ടിയാ കൊള്ളാവില്ല, അതല്ലേ സർപ്രൈസ്. മുണ്ടാതെ തന്നെയല്ലേ സർപ്രൈസ്. അടക്കം കൊടുത്തോ. അങ്ങനെ കഴിയണല്ലേ? ഓ, ഇതൊക്കെ കഴിഞ്ഞു. ആണോ? ആ ഇവിടെ അപ്പൊ ഇതിന് അടുത്ത കേക്ക് കൂടി കഴിഞ്ഞോ? ഇതാ, ഇത് വേറെ കുറച്ചെന്നാലല്ലേ ഞാൻ തരാം. ഇതിന്റെ തീരും. അതിന്റെ ഇത് കഴിഞ്ഞു. മുറിച്ചോ എന്നാ തിന്നോളി, നിങ്ങൾ തിന്നോളി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം മെല്ലാക്കാം. ഇവിടെ അടുത്തായിട്ടോ ആ ഇവിടെ അടുത്ത കേക്ക് കൂടെ. ഹാപ്പി ബർത്ത്ഡേ ചെറിയ പൂ. അപ്പൊ വാച്ച് ഊരിയിട്ടില്ല. അതിന് വരൂല. എല്ലാവർക്കും ഞാൻ white ഒരേ ഒന്ന് black മാസമായതെല്ലാം നന്നായി. അത് ഏതായാലും നന്നായില്ലേ. കൊറേ ഉണ്ടല്ലോ ആണില്ലേ. അവനെടുത്തോ വാട്ട കൊടുക്ക ഏ ബർത്ത്ഡേ ആണ്. അങ്ങനെ ആദൂനും കൊടുത്തു. എങ്ങനെയുണ്ട്? എന്താണ് ചെറിയാപ്പൂന് ഈ സന്തോഷ നിമിഷത്തിൽ പറയാനുള്ളത്? ചെറിയാപ്പൂന്റെ കല്യാണം പറയണം. സിംനാൻ അത്ര പറയിട്ടില്ല. അല്ല, ഇപ്പൊ ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടേ മാതിരി സ്വപ്ന മാതിരി എല്ലാം പ്ലാൻ ചെയ്ത് ചെറിയാപ്പൂ ആണ്. ഇല്ലല്ല, നമ്മളൊരു സൈഡ് അങ്ങ് എടുത്താ എണ്ണ കഴിയാനായിക്കണ്. കേക്ക് ഇങ്ങനെ ഇതാക്കും അറിയില്ലല്ലോ. ജൈനാണ് കേറണ്ടെന്ന് പറഞ്ഞ കുട്ടീനെ കൊടുത്ത പനി ആണോ? ഇനി എല്ലാരെയും പൊട്ടിച്ചോളി, നിർത്തോളി, മുത്തോളി. അപ്പൊ ഇനി കച്ചറയാണ്. ഇനി കച്ചറാണ്, ഇനി കേക്കിനുള്ള കച്ചറാണ്. എവിടെയാണ്? എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ഒരാളെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഈ അവിടെ അപ്ലോഡായോ? അപ്ലോഡ് ആയി അങ്ങോട്ട് ഒരു വീഡിയോ അപ്ലോഡിങ് ഉണ്ടായിരുന്നു ഗൈസ് നമ്മളത്. ഹാപ്പി ബർത്ത്ഡേ. അതന്നെ, അങ്ങനൊന്നുമില്ല. എല്ലാരും ഷോട്ട് എടുക്കാൻ പോകണ്ടോ? കാറ് ഡെക്കറേഷൻ ജഡ്ജുണ്ട്, ഞാൻ ഒക്കെ വൃത്തിയാക്കി കൊടുക്കണ്ടേ? പറയുന്ന ആതിരിയ ഹാപ്പി ബർത്ത്ഡേ. അതേലേ മോട തേച്ച് കൊടുക്കണ്ട. വണ്ടിയായിട്ടാ ഞാൻ പോകുന്നത്. ഞാൻ കണ്ടു. അല്ല റിതു, അനക്കെന്താ പറയാലോ എന്റെ ബർത്ത്ഡേ ആയിട്ട്? നല്ല ബർത്ത്ഡേ പറ. എന്റെ 2 കജിലും സാധനങ്ങളാ. ഈ കൂടെ വന്നിട്ട് പഞ്ചറായി. ഇവിടെ എണ്ണ അടിച്ചില്ല. അങ്ങനൊന്നുമില്ല, എല്ലാരും വകയുണ്ട്. എടുത്തു തിന്നോളി. ചെറിയാപ്പൂനുള്ളത്, അല്ല അളിയാക്കാക്കുള്ളത്. അളിയാക്കാക്ക ഇന്നിങ്ങനുണ്ട്? സൂപ്പറായി. സെറ്റല്ലേ? കൊയങ്ങിയില്ലേ? കൊറേ കഷ്ടപ്പാടുണ്ട്. എപ്പം വണ്ടിപ്പാച്ചിൽ തുടങ്ങിയിരിക്കണ അറിയോ? സിഫ്നാന്റെ റിതുവിന്റെ ഉണ്ടെന്ന് ചെറിയാപ്പൂനറിയാം, ചെറിയാപ്പൂനുണ്ടെന്ന് ചെറിയാപ്പൂനറിയില്ല. ഇത് എന്താ സംഭവം വിറ്റാണ്. ചെറിയാപ്പൂന് സർപ്രൈസ് കൊടുക്കുന്ന സിഫ്നാക്കും ഉമ്മാക്കും എല്ലാവർക്കും അറിയാം. ചെറിയാപ്പൂന് അറിയില്ല. സിഫ്നാക്ക് സർപ്രൈസ് കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം, സിഫ്നാക്ക് അറിയില്ല. ഇതൊക്കെ ഷെഫീഖിനാണ്. പക്ഷെ ഷെഫീഖിന് സർപ്രൈസ് കൊണ്ടെന്ന് ഓനും അറിയില്ല. അപ്പൊ ഇനി ഇതിലറിയില്ലേ? അങ്ങനെ ആ വരുള്ളൂ. കഴിഞ്ഞിട്ട് വരുള്ളൂ. ഒന്നും അറിയില്ല. ചെറിയാപ്പൂന് ആകണം എനിക്കറിയില്ലേ? ഷൂ ഒക്കെ വാങ്ങിക്കണ പറഞ്ഞു. പക്ഷെ ഇന്ന് ഇതിന്റെ പരിപാടിയില്ല, അറിയില്ലാന്ന്. ഷൂ വാങ്ങിക്കണ് അങ്ങനത്തെ അറിയാന്നല്ലേ അല്ലേ? ഉള്ളിലാണ് എല്ലാവരുടെ ബർത്ത്ഡേ വന്നത്. ആണേ, അല്ല ഇത് ആരെ തുടക്കാന്ന് പറഞ്ഞിരുവോ? ഇത് ഇവിടെ പൊതുറോഡല്ലേ? ലാസ്റ്റ് വന്ന ആള് സഹകരിക്കാന്നില്ലേ? മറ്റന്നാളെ ക്ഷമിക്കണ്ടല്ലേ? ആ ചുണ്ടും ചെറിയൊന്നും തുറക്കും. പിന്നെ എന്തോ നടന്നു. ഇവിടെ എന്താണ്
കിട്ടിയില്ലേ? താങ്ക് യു അറിയാം. ഓളിങ്ങനെ വിചാരിച്ചു ഓളെ സംഭവം ഒക്കെ നല്ല കൊയ്യുന്നുണ്ടേനി. ഓള് ബർത്ത്ഡേ അന്ന് വിളിച്ചായിരുന്നു എന്റെ ബർത്ത്ഡേ ആണ്. ഒന്നും ഇതാക്കിയിട്ടില്ല. ഇല്ലേ ഷെഫീഖിനോട് പറഞ്ഞു നിന്റെ ബർത്ത്ഡേ ആണ് അനക്കൊന്നുമില്ല. അപ്പൊ അന്ന് വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും ഉണ്ടാവുന്നു ബർത്ത്ഡേ അന്ന് ഇല്ലേ അല്ലേ മാണ്ടടി ഇപ്പഴൊന്നും മാണ്ട. അന്നാണ് പറഞ്ഞു ഇതോ അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഒരു ഇതിൽ തന്നെ 3 ആളെ സന്തോഷം കാണാൻ കഴിഞ്ഞു. റിതുവിന് ചെരുപ്പിട്ടാ റിതുവോ ഇവിടെ റിതുവിന് ചെരുപ്പ് കിട്ടിയ എങ്ങനെയാണ് നോക്കിയാ റിതോ? എന്ത് നാളെ ഷെഫീക്കിന്റെ കാണാലോ. എങ്ങനെ ഞാൻ ആദുവിന്റെ അവിടുന്ന് കൊടുക്കണോട് വിൽക്കാൻ പറഞ്ഞേ. അല്ലേ എങ്ങനെയുണ്ട് ചെരുപ്പ്? എങ്ങനെയുണ്ടാക്കി? കറക്റ്റല്ലേ? ഞാൻ എന്റെ അളവ് വെച്ചിട്ടാണ്. ഷംനന്റെ അളവല്ലോ ഒക്കെ നമ്മള് പെരിയിൽ പോയി ഇങ്ങനെ അളന്ന് ഇരുന്ന് ചെറിയാപ്പൂന്റെ വെൽ പ്ലാനഡ് ആണ്. തല ഇപ്പൊ 4-5 ദിവസമായിട്ട് ഇങ്ങനെ പുകയാണ്. ഇച്ച് ഭയങ്കര ടെൻഷൻ. ആ ചെറിയാപ്പൂന് ഇപ്പൊ സിഫ്നാനെ നോക്കി അതേ വലിയ മൈൻഡില്ല. സിഫ്നാക്ക് ഇപ്പൊ ഓളെ തന്നെ അറിയില്ല. ഇച്ചിതിപ്പോ എല്ലാവരും ആക്കണോ. അതിന്റെ അടിയിൽ കൂടെ നോമ്പില്ലേ എല്ലാം കൂടിയാണ് വന്നു. പക്ഷെ എന്നാലും സംഭവം സെറ്റായി. പക്ഷെ പൊട്ടത്തി വണ്ടിയിലെന്തോണ്ട് ഡിക്കിയിലും വണ്ടിയിലെന്തോ ഉണ്ട്. ഡിക്കി പറഞ്ഞു നോക്കിയിട്ടില്ല. കണ്ടോ വലിയ പിതാനം നോട്ടം നോക്കി പറയല്ല. അപ്പൊ ഉണ്ടാകുന്നു എന്ത് ഇതാ പറയാൻ നിക്കേനി. സംഭവം പെട്ടെന്ന് കത്തിട്ടോ നിർത്തിട്ടപ്പോ എന്തോ ഉണ്ട് തോന്നുന്നു. ഇതൊന്നും ഞാൻ കണ്ടില്ല. ഇതൊന്നും കണ്ടിട്ടില്ല. ഇതൊന്നും ഫോക്കസ് ആയില്ല. വന്നപ്പോ തന്നെ ലേറ്റ് ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു അതൊക്കെ കാണുന്നു. എന്തൊരു മായാലോകത്ത് നിക്കണ മാതിരി. ഗൈസ് ആ ഒരു ചടങ്ങാണ്ട് കഴിഞ്ഞില്ലേ? എത്ര ആൾക്കാരെ ബർത്ത്ഡേ? 4 ആൾക്കാര്. ആരൊക്കെയാണ്? നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതിപ്പോ ഒറ്റക്കാണെങ്കിൽ ഫെബ്രുവരി 18 ഞാൻ ഓളെ പിന്നാലെ കേക്കായിട്ട് ഇറക്കണം. 24-ാം തീയതി ചെറിയാപ്പൂന് പിന്നാലെ ഞാൻ കേക്കായിട്ട് ഇറക്കണം. 25-ാം തീയതി ഷെഫീങ്ങിന് അങ്ങോട്ട് കൊടുത്തയക്കണം. 24-25 പിന്നെ ദിയാന്റത് ജനുവരി ലാസ്റ്റ് ഞാൻ ഓന് വാങ്ങി കൊടുക്കണം. ശരി. അതിലും നല്ലൊരു മോന്റെ വായനോണ്ട് എടുത്തു. 2 കെട്ടി നോക്കി എല്ലാരും ആഘോഷിച്ചു. 4 ആൾക്കാരെ ബർത്ത്ഡേ ഒരു മാസം. എന്താ പിന്നെ പറയാ? ഹാപ്പി ബർത്ത്ഡേ അളിയാക്ക് എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ താത്താനോട്. അളൊക്കെ ഫുള്ള് സെറ്റാക്കി ഒക്കെ കണ്ടറിഞ്ഞു. ഫുൾ ഇതുണ്ട്. ഓന്റത് ഏറ്റവും ചെറിയാപ്പൂന്റെ വാച്ച് കൊള്ളോന്ന് കൊറേ മുതലായത്. ഡ്രസ്, ചെരുപ്പ്, കൊറേ സാധനങ്ങളുണ്ട്. പോയാ മതി നോക്കിഞ്ഞ് ബേക്കണ്ടില്ലേ? ബേഗ് ഞാൻ കുട്ടിനായിട്ട് പുറത്ത് പോകാനെന്നല്ല നിലക്ക് വലിയ ബേഗ് തന്നെ വാങ്ങിച്ചു. ബേഗനുണ്ട് താത്ത. എന്താ പറയല്ലേ? എങ്ങനെ അടിപൊളിയല്ലേ? ഡോക്ടർ പോയി. ബേഗ് അടിപൊളിയല്ലേ താത്ത? ബേഗ് അടിപൊളിയായി. ചെരുപ്പ് കിട്ടിയതെല്ലാം ചെരുപ്പ് അവിടെ ഷെഫീക്ക്. പിന്നെ ഷെഫീക്ക് ആയിട്ട് കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങി കൊടുത്തിട്ടില്ല. അതും എന്നോട് വാങ്ങാൻ പറഞ്ഞു. ഒക്കെ ഓനെന്നെ കേട്ടോ. ഓന് 18-ാം തീയതി മുന്നുണ്ട്. താത്താന്റെ ബർത്ത്ഡേ എന്തേലും കാട്ടണട്ടോ ഉഷാറാക്കണട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടീന്റെ ഡ്രസ് ഏതാ? കുട്ടിന്റെ ഡ്രസ് ഷെഫീക്കിന്റെ കുട്ടിക്കുള്ള ഡ്രസ്സാണ്. ഓനെ സമ്മതിച്ചോ. ഓനാണ് കേക്കും അതിനും ഇതിനൊക്കെ പൈസ നോക്കല്ലോ. ഓൽക്ക് വാങ്ങിക്കൊടുക്കും, ഓൽക്ക് വാങ്ങിക്കൊടുക്കും, ഓൽക്ക് വാങ്ങിക്കൊടുക്കാറിന്. ഞാൻ ഓനൊന്നോ മെസ്സേജ് തുടങ്ങിയിരിക്കണു. പക്ഷെ ഓൽക്ക് അറിയില്ല. അപ്പൊ ഷെഫീക്കിന് നല്ല 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഓനറിയാതെ ഓന്റെ എന്താ പറയാ അവിടെയും കിളി വാറാണ്ട്. ആണോ? 18-ാം തീയതി ജോനോട് പറഞ്ഞു. എല്ലാരും പറയുന്നുണ്ട് കേൾക്കണില്ല. എങ്ങനെ എന്താ ഇങ്ങനെ ജനിച്ചിട്ടും കൂടി ഇല്ലോ. ഇപ്പോഴേല് നമ്മക്കൊക്കെ പറ്റിയാലോ അല്ലേ? നമ്മളൊക്കെ കൊറേ ആൾക്കാർക്ക് ഇങ്ങനെ കാണലുണ്ട് എന്നല്ലാതെ. ഞാൻ ശരിക്കും എന്താ വിചാരിച്ചീനെ നിങ്ങള് സ്കൂട്ടിമ പോകുമ്പോ ഈ വേന മുന്നേ കൂടെ ഓവർടേക്ക് ചെയ്ത് പോകുക അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ആൾക്കാർ കൂടി കഴിഞ്ഞാൽ ഇനി പ്രശ്നം ആവോന്ന് വിചാരിച്ചിട്ട് നിർത്തിയിട്ടാണ്. പക്ഷെ ഇത് നന്നായി. അല്ലെങ്കിൽ കേക്കിന്റെ പൈസ പോയി സ്റ്റേഷർക്ക് പൈസ. അതാണ്. ഇതെന്തായാലും ഒരു സൈഡിലായോണ്ട് കുഴപ്പമില്ലല്ലേ? അത് അവിടെ പെരിയിലുണ്ടായിരുന്നു. മോട്ടനോട് ബൾബ് ഉണ്ട് ചോദിച്ചു. മോണ്ട എടുത്തു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കൊടുത്തുള്ളൂ. പിന്നെ ബലവും വാങ്ങി. നന്നായി. അതാണ് ആ രസം. ഞാൻ അതിന് പിന്നെ എന്താ പെരിക്ക് പോണെന്ന് വിചാരിച്ചേ
തകവാട്ടത്തെ വണ്ടി പഞ്ചറായി അറിഞ്ഞില്ലേ? അപ്പൊ വണ്ടി കണ്ടപ്പോ ഒന്നും താത്തക്ക് മനസ്സിലായില്ലേ? പഞ്ചറായി അറിഞ്ഞ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ വരിക്കാണ്. കുട്ടിനെ കറക്കാൻ അതല്ല വിറ്റേ കൊണ്ടുപോയി നോട്ടീസൊക്കെ കുട്ടിനെ കറക്കാലെ ബഡ്ഡേരെ വരുന്നുണ്ട് പൊന്നാട് ആടെ ഞാൻ നോക്കിക്കോളാം ഓളെ അവിടെ ഇമ്മാനടുത്ത് കൊടുത്തുട്ടോ. ഞാൻ കുട്ടി സുഖമായിട്ട് കടക്കൂല ശാസ്ത്രത്ത് പോ നിക്കണ്. അപ്പൊ ഇന്നത്തെ താത്താക്ക് ഇവിടെ വെച്ചിട്ടാണ് ഉടായിപ്പ് മനസ്സിലായതില്ലേ? ഇവിടെ വണ്ടി നിർത്തിയിട്ടപ്പോ ഇതിലെന്തോ കാരണം എന്താ പറയാ, നിങ്ങള് അമ്മായിക്കൊക്കെ സർപ്രൈസ് കൊടുത്തില്ല വണ്ടി നിർത്തി. അപ്പൊ ഇവിടെ ഈ സാധനം ഇതൊരു സംഭവം തന്നെ. ഇങ്ങനെ പോയി ബർത്ത്ഡേക്കാരൊക്കെ നിന്നാണ് മമ്മ അങ്ങടേക്ക് സന്തോഷങ്ങൾ കാണാൻ കഴിഞ്ഞു അല്ലേ? എന്താ പറയാല്ലേ, സന്തോഷ നിമിഷത്തിൽ എല്ലാവർക്കും ഇടയില് കൊറേ കൊറേ ഉമ്മമാരെ കഴിച്ച് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് നീപ്പിച്ചു കൊണ്ടു മറ്റൊന്നും കാണില്ലേ? മങ്ങി കത്തേ ഉറങ്ങാൻ സമയമായിട്ടില്ലല്ലേ? ഉമ്മ ഒരു 8 മണിയൊക്കെ ഉമ്മ ഉറങ്ങും. എന്തൊക്കെ മണക്കുണ്ട്, ചെന്തൊക്കെ കിട്ടിയേക്കണ മണം കിട്ടിയില്ല എനിക്ക് ചെരുപ്പില്ല മണം കിട്ടി. അപ്പൊ ഇപ്പം ചോദിച്ചിട്ട് ബർത്ത്ഡേ എന്തെങ്കിലും വാങ്ങിത്തരും. നമ്മളങ്ങനെ ബർത്ത്ഡേ പരിപാടി ഒന്നും ഉണ്ടാക്കലില്ല. അപ്പൊ എല്ലാരും സങ്കടം എല്ലാരും സങ്കടം ഒറ്റ മണി തീർത്തല്ലേ, ഒപ്പണ്ടായി. ഏതായാലും ഇതിങ്ങനെ കഴിഞ്ഞല്ലോ. എങ്ങനെയുണ്ട് താത്ത ബർത്ത്ഡേ കൊടുക്കിയ ഡെക്കറേഷൻ എങ്ങനെയുണ്ട്? നമ്മളെ കൊണ്ട് പറ്റുന്ന വായിക്കി ചെയ്തത് എല്ലാം ഉണ്ട്. 5 രൂപയൊക്കെ ബലൂണുണ്ട്, എല്ലാ സാധനങ്ങളും നമ്മളെ കൊണ്ട് പറ്റണ വായിക്കുക എല്ലാം വായിക്കുന്നത്. കാരണം ഞാൻ ആ സാധനം പൊട്ടിച്ചാൽ നേരത്തെ പൊട്ടണില്ല. സംഭവം സെറ്റായി അടിപൊളിയായി സൂപ്പറായി. ചെറിയ പോലും വിചാരിച്ചിട്ടില്ല നീ എന്നാണ്. ചെറിയ ലാസ്റ്റ് കണ്ടു. വാച്ചൊക്കെ ഞാൻ ഒന്നും ഓർഡർ ചെയ്തിരിക്കുന്നു. 19-ാം തീയതി കയ്യിൽ വാച്ച് ഓർഡർ ചെയ്തത് ഞാൻ കണ്ടീനി. ഓളത്താണ് അന്ന് നോക്ക് പാമ്പേഴ്സ് ഓർഡർ ചെയ്തിരുന്നില്ല കുട്ടിക്ക്, അത് വാച്ചിന് വന്നീന്. എന്തൊക്കെ നോണ പറഞ്ഞിട്ടല്ലേ പിടിച്ചിക്കണ്. അത് ഞാൻ അറിയും, ഇന്റത് ഓനറിയും, പക്ഷെ ഒന്നൊന്നും ആർക്കും അറിയില്ലേനു. ഇങ്ങനെ ഒരു പണിയായിരുന്നു അറിയില്ലേ? ഇവിടെ നടന്ന എല്ലാവർക്കും ഞാൻ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ. സംഭവം അതാണ്. ഏതായാലും അതങ്ങനെ കഴിഞ്ഞല്ലോ അളിയൊക്കെ. സന്തോഷായില്ലേ? പെണ്ണുങ്ങൾക്ക് സർപ്രൈസ് എടുത്തപ്പോ പെണ്ണുങ്ങൾക്കും കുട്ടിക്കൂല്ലേ സന്തോഷായി. ഏതായാലും അൽഹംദുലില്ലാ അത് അങ്ങനെ കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു 3 ആളെ ഒരു ബർത്ത്ഡേ 4 ആളെ ബർത്ത്ഡേ വ്ളോഗ് ചെയ്യുന്ന ഷെഫീഖിന് നല്ല ഇതുണ്ട് അല്ലേ? നമ്മളെ സ്നേഹം ഹാപ്പി ബർത്ത്ഡേ. കാരണം ഓന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എല്ലാരും. പക്ഷെ ഇല്ലാന്നുള്ളൂ എല്ലാ കാര്യത്തിനും ഇപ്പൊ മുന്നേ വിളിച്ച് പറഞ്ഞു പോയി കൊടുക്കുക. വീഡിയോ ഷെഫീഖ് വിളിച്ചെത്തിയാണ്. ഇന്ത്യക്ക് മെസ്സേജ് തുടങ്ങിയോ? ഷോർട്ടീസ് കൊണ്ടോണ്ടൊക്കെ തിന്നും പറഞ്ഞു. അപ്പൊ ഷെഫീഖ് അവിടെ മുന്നേ കൊണ്ടുപോയി മുന്നുണ്ട് അപമാനിക്കുന്നു. എന്തായാലും ഗൈസ് എല്ലാ കാര്യത്തിനും ഷെഫീഖ് ഇവിടെ അല്ല നാട്ടിലില്ലാന്നുണ്ടെങ്കിലും ഓനെ എയറിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കണേ അല്ലേ? മമ്മക്ക് എന്താ പറയാല്ലേ? സന്തോഷായി അല്ലേ? അപ്പൊ എന്നാ ഓക്കെ അസ്സലാമലൈക്കും അല്ലേ? എന്നാ അവിടെ ഓക്കെ. ഇന്ന് ഞങ്ങളെ ചെറുക്കന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഓന്റെ പെങ്ങന്മാര് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതിന് വേണ്ടി ഇപ്പൊ ഞങ്ങൾ പോവാണ്. അപ്പൊ നമ്മള് ഷെറാക്കൂലേ? ഷെറാക്കും. റഫീഖ് എവിടെടാ? എന്ത് പരിപാടി? നമുക്കൊന്ന് സാബുന്റെ ചെലവുണ്ട്, നൈറ്റ് ഡ്രൈവ് പോയരാ. ഇറങ്ങുവോ? ഈ വായോ, സമയമൊക്കെ ഇഞ്ഞു കിട്ടും. ആകെ ഞങ്ങളെപ്പോഴുള്ള ടൈമിങ് കിട്ടൂല. ഞങ്ങളിപ്പോ അവിടെ എത്തും 5 മിനിറ്റ്. ഈ റെഡി ആയിക്കോ. ശരി. ഇത് അനക്കൊരാള് തരാൻ പറഞ്ഞ തുറക്ക്. അതിലുണ്ട് ആരാന്ന് പറയേ? അതന്നെ നമുക്ക് പറയാറുള്ളൂ. ഇല്ല ആരുമില്ല. അല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. അപ്പൊ എളുപ്പമായി നമ്മളോട് പറഞ്ഞോ.
എന്താടാ ഞങ്ങൾക്കറിയാം ബോയ് ഫ്രണ്ടിനെ ഇരിക്കണം ആരാ പറയേ ആരാണ് ഇജ പറയണ്ടേ ഇതുപോലെ എങ്ങനെ കിട്ടിയ നിങ്ങക്ക് ഒലിപടണ്ടല്ലോ കാര്യോ വരുന്നുണ്ട് അതല്ല ഇനി ഒന്ന് മതി പൊട്ടിയപ്പുറത്തേക്ക് പോയി അത് കുഴപ്പമില്ല